നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ പൂരുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി, മീനക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും. മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല. അപ്പം മീനക്കൂറുകാർക്ക് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ 17-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 7-ലാണ്. അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക, വഴിനടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക. അപ്പൊ ഈ ഉദരവ്യാധി വന്നു ചേരുന്നത്, അതായത് വൈറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ ഉദരവ്യാധി. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. 17-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിക്കുക. പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഈ ദുരിതങ്ങളൊന്നും വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കുക. 20-ാം തീയതി വരെ ചൊവ്വ 4-ലാണ്. അതിനുശേഷം 5-ലേക്ക് വരും. 4-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും മീനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 4-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേരും. ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ഇടവരിക. ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക, നല്ല ഫലങ്ങളല്ലല്ലോ വന്നു ചേരുക. അതേപോലെ തന്നെ ഉദരവ്യാധി വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ ചൊവ്വയെ കൊണ്ടും പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തിന്, അതായത് ഉദരവ്യാധി എന്ന ഫലം നമ്മളിലേക്ക് വന്നു ചേരുവാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. 20-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ട് വന്നു ചേരുന്ന ഭയം, സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുക. അപ്പൊ 4-ൽ നിൽക്കുന്ന ചൊവ്വയായിക്കോട്ടെ 5-ലേക്ക് വരുമ്പോഴായിക്കോട്ടെ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 10-ാം തീയതി വരെ ബുധൻ 7-ലാണ്. അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതത്ര നല്ല ഫലമല്ല. അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വാക്കുകൾ സംസാരിക്കുക. അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക 10-ാം തീയതി വരെ. അതിനുശേഷം 8-ലേക്ക് വരുമ്പോൾ ബുധനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ജ്യോതിഷത്തെ നിരീക്ഷിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവും. 8-ലേക്ക് വരുന്ന ബുധൻ കാര്യവിജയം ഉണ്ടാവുക, കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം, ഏത് കാര്യങ്ങൾക്കും സാമർഥ്യം, നിപുണത. അപ്പൊ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ 8-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 8-ൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വാക്സാമർഥ്യമൊക്കെ നമുക്ക് വന്നു ചേരുകയും. അതേപോലെ തന്നെ ഗൃഹസ്ഥർക്കായിക്കോട്ടെ, സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലോ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക. അപ്പൊ 8-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് മീനക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3-ലാണ്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കാര്യവിനാശം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരാത്തൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. 13-ാം തീയതി വരെ ശുക്രൻ 8-ലാണ്. അതിനുശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ചന്ദ്രൻ നല്ല ഫലത്തെയാണ് പറയുന്നത്. പൊതുവെ മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ട് നോക്കുമ്പോൾ 8-ൽ നിൽക്കുമ്പോൾ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ശുക്രൻ 8-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് പറയുന്നത്. ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക. അങ്ങനെയുള്ളതായിട്ടുള്ള ഫലമാണ് 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലേക്ക് 13-ാം തീയതിക്ക് ശേഷം ശുക്രൻ വരുമ്പോൾ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, നമ്മളുടെ ഭാഗ്യങ്ങൾ വർദ്ധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം,
കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. അപ്പൊ 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശനി കുറച്ചു കാലമായിട്ട് മോശഫലത്തെ തന്നെയാണ് പറയുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ശനിയെ കൊണ്ട് പറയുന്നത് ഇടയിടയിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു ചേരുക, ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന്, മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന് കഴിഞ്ഞു മറ്റൊന്ന്, ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഫലത്തെയാണ് 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ശനൈശ്വരായ നമഃ നാമം ജപിക്കുക. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം വിസ്യ സർവപാപത്രനാശനം. സർവപാപത്രനാശനം എന്നാണ് പറയുന്നത്. ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്ന എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാമജപമാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.